പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ബൈക്കിന് ഒരു കാർ വന്നിടിക്കുകയും ആ ഇടിയുടെ ശക്തി കൊണ്ട് എൻ്റെ കുടൽ പൊട്ടിപ്പോയി. അതിനൊരു വലിയ മേജർ സർജറി വേണ്ടി വന്നു. അതുപോലെ നമ്മൾ സാധാരണ ബാത്റൂമിൽ പോകുമ്പോൾ മുക്കുന്ന സമയത്താണ്, മസിൽ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ മലം പുറത്തു പോകുന്നത്, മോശം പുറത്തു പോകുന്നത്. അതിൻ്റെ മസിൽ ചെതറിപ്പോയി. അതിനുവേണ്ടി വലിയൊരു സർജറി ഇങ്ങനെയും ചെയ്തു. ഒരു സർജറി ഇങ്ങനെ, ഒരു സർജറി ഇങ്ങനെ. അതുപോലെ തന്നെ എൻ്റെ ഈ കാലിലെ ഈ ഇടുപ്പല്ല് അത് പൊട്ടി തകർന്നു പോയി. അങ്ങനെ പൂർണ്ണമായും 4 മാസം ഒരു നിലയ്ക്കും എഴുന്നേൽക്കാതെ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടേഴ്സ് എന്നോട് നിർദ്ദേശിച്ചു. ഞാൻ പൂർണ്ണമായും ബെഡ് റെസ്റ്റിലായിരുന്നു. ഈ 2 സർജറി ചെയ്തതുകൊണ്ട് കാലിലെ സർജറി 1 മാസം കഴിഞ്ഞ് ചെയ്യാമെന്നായിരുന്നു എന്നോട് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചത്. പക്ഷേ ഞാൻ വീട്ടിലെത്തി ഒരു 9 ദിവസം ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലായിരുന്നു. വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ ഫുഡ് സപ്ലിമെൻറ്റ് നോട്ടി ചാർജ് BJ സ്റ്റാർട്ട് ചെയ്തു. 1 മാസം കഴിഞ്ഞ് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് എല്ലിന് നല്ല ജോയിനിങ് വരികയും സർജറി വേണ്ട എന്ന് പറയുകയും ചെയ്തു. വീണ്ടും ഒരു 3 മാസം അതേപോലെ തന്നെ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. 1 മാസം BJ കഴിച്ചു, തൊട്ടടുത്തൊരു മാസവും BJ കഴിച്ചു. പിന്നീട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടായിരുന്നു. എനിക്ക് 1.5-2 മാസത്തിനുള്ളിൽ എഴുന്നേറ്റ് നിൽക്കാനും മെല്ലെ മെല്ലെ പിച്ച വെച്ച് നടക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഞാൻ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. ഇങ്ങനെ ഒരു വേദിയിലേക്ക് നടന്നു വരാൻ സാധിച്ചു എന്നത് നമ്മുടെ RCMന്റെ ഏറ്റവും വലിയൊരു നന്മയായി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. മറ്റൊരു ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഏതൊരാൾക്കും അറിയാം, സമയം നീണ്ടുപോകുന്ന ഞാൻ ചുരുക്കമാണ്, ഒറ്റ വാക്കുകൂടി പറയാമല്ലേ. ഏതൊരാൾക്കും ഉള്ളതാണ് അപകടമൊക്കെ പറ്റി 1, 2, 3 മാസം കിടന്നാൽ വരുമാനമില്ലാത്തതിൻ്റെ പേരിൽ വലിയ ടെൻഷനും പ്രയാസവും കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാവും. അതേസമയത്ത് എന്നെ വീട്ടിൽ വന്ന് സന്ദർശിച്ച ഏതൊരാളും അത്ഭുതത്തോടെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ഭീമമായൊരു അപകടം സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് യാതൊരു ടെൻഷനും ഇല്ലാത്തത്? കാരണം ഒന്നേ ഉള്ളായിരുന്നു, ഞാൻ ഡിസംബറിൽ അപകടം പറ്റി കിടക്കുന്ന സമയത്ത് 2 മാസത്തേക്കുള്ള വരുമാനം RCMൽ നേരത്തെ ഡിപ്പോസിറ്റ് ആയിരുന്നു എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാര്യം, ഡിസംബറിൽ ഞാൻ ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് അതിനേക്കാൾ ബിസിനസ് കൂടുകയാണ് ചെയ്തത് ജനുവരി കഴിഞ്ഞ് മാർച്ച് ആകുന്ന സമയത്ത് ഞാൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന സമയത്ത് എൻ്റെ പിൻ ലെവൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഗോൾഡ് എന്ന് പറയുന്ന പിൻ ലെവലായിരുന്നു. അതേ സമയത്ത് ആക്സിഡൻറ്റ് പറ്റി മാർച്ചിൽ ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റിനം എന്ന് പറയുന്ന ലെവലിലേക്ക് ബിസിനസ് കൂടുകയായിരുന്നു, അടുത്തൊരു പിന്നിലേക്ക് കയറുകയായിരുന്നു ചെയ്തത്. ഒരു നിലയ്ക്കും യാതൊരു ടെൻഷനും ഉണ്ടാവേണ്ട ആവശ്യമില്ലാത്ത വിധം ഒരു പാസീവ് ഇൻകം തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും സംരക്ഷിക്കപ്പെടുന്ന ഏറ്റവും നല്ലൊരു പ്രസ്ഥാനമാണ് RCM എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നതാണ് ഈ സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത്. ഒരുപക്ഷെ RCMനെ ദൂരത്ത് നിന്ന് നോക്കിക്കാണുന്ന ധാരാളം ആളുകളുണ്ടാവും. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും ദൂരത്ത് നിന്ന് ശ്രദ്ധിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, RCM എന്താണെന്ന് അടുത്തേക്ക് വന്നുകൊണ്ട് അതിനെ കേട്ട് മനസ്സിലാക്കി അതെന്താണ്, എങ്ങനെയാണ് ആളുകൾക്ക് വരുമാനം നൽകുന്നത് എന്ന്, ഏത് രീതിയിലാണ് തട്ടിപ്പും വഞ്ചനയും ചതിയും ഒന്നുമില്ലാതെ 100% ആളുകൾക്ക് ആരോഗ്യം നൽകിക്കൊണ്ട് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ, നാം രോഗശയ്യയിൽ കിടന്നാലും നാം ഭൂമി ലോകത്ത് ഇല്ലാതായാൽ പോലും നമ്മുടെ നോമിനിക്ക് വരുമാനം കിട്ടുന്ന, അടുത്തൊരു തലമുറയ്ക്ക് വരുമാനം കൊടുക്കാൻ പറ്റുന്ന വലിയൊരു പ്രസ്ഥാനം, ഇതിനെ നാം തിരിച്ചറിയുക എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. ജെ RCM, ഗുഡ് RCM.